1 മണിക്ക് ഒക്കെ ജയിൽ ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന കാര്യമാണ്. അദ്ദേഹം സംബന്ധിച്ചുള്ള അവിടെ ഒരു തുണി കെട്ടിയിട്ട് ആ തുണി അതിന്റെ മുകളിൽ എങ്ങനെ ബന്ധിച്ചു എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ശരി, മറ്റ് സഹായികൾ ആരെങ്കിലും ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. കാരണം ഇത്രയും ഉയരത്തില് അങ്ങനെ ഒരു ഷീറ്റ് കെട്ടി അതിനകത്തിൽ നിന്നൂടെ അദ്ദേഹം ചാടി പുറത്തു പോകണമെങ്കിൽ പെട്ടെന്ന് സാധിക്കില്ല. കാരണം അത് കെട്ടി അവിടെ നിന്ന് ഇതേ തൂങ്ങി മുകളിലേക്ക് കയറണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും. അപ്പോ അദ്ദേഹം ഈ 1 മണിക്ക് പുറത്തു പോയിട്ട് 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് എത്രയോ മുമ്പ് അദ്ദേഹം അവിടുന്ന് അതിന് ശ്രമം നടത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഈ 1 മണിക്കൊന്നും ഈ വ്യക്തികളൊന്നും സെല്ലിനകത്ത് പുറത്തു വരാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ട് അദ്ദേഹത്തിനെ പുറത്തിറക്കി ഇറക്കാനുള്ള സൗകര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ച് സെല്ലിനുള്ളിലേക്ക് രാത്രിയിൽ കയറിയിട്ടില്ല എന്നുള്ള കണ്ടുപിടിക്കാൻ ജയിലധികാരികൾക്ക് സാധിക്കാത്തതോ ആയിരിക്കുമ്പോൾ ഇതിനകത്തില് കാര്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ശ്രദ്ധിക്കാതെ പോലെ സെല്ലിലാകുമ്പോൾ കയറ്റി എല്ലാവരും അതിനകത്ത് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാൻ നമുക്കൊരു സംവിധാനം ഉണ്ടാകും. അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളത് നല്ല 1 മണിക്കൊക്കെ എങ്ങനെയാണ് ആ വ്യക്തി പുറത്തു വരുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് അത് വീഴ്ച എന്ന് പറയുന്നതിൽ യാതൊരു അമാന്തവും കാണിക്കേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ട്, പിന്നെ അതുള്ള സഹായികളായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാകാതെ പറ്റുമോ? ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥ വെച്ച് ഇതൊക്കെ ഒന്ന് അനായാസം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ? ആയിരിക്കാൻ വഴിയില്ലല്ലോ. അത് മുൻപ് അതിന്റെ പരിശോധന നോക്കുകയും അതിന്റെ ആസൂത്രണം വളരെ വ്യാപകമായി ചെയ്യാതിരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അതിനോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജയിലിൽ നമുക്കറിയാം സുരക്ഷിതത്വം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ ഭരണം നടത്തുന്നത് മിക്കവാറും അവിടുത്തെ അന്തേവാസികളാണ്. അപ്പൊ അന്തേവാസികളുടെ സഹായവും ഇതിനകത്ത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം അന്തേവാസികൾ വാഴുന്ന ജയിലിൽ നിന്നാണല്ലോ നമ്മൾ കണ്ണൂർ ജയിലിനെ പറ്റിയിട്ട് പൊതുവെ പ്രസിദ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് അന്തേവാസികളുടെ സഹായത്തോടു കൂടി തന്നെ പോവാം. അതല്ലെങ്കിൽ ജയിലധികാരിയുടെ അനാസ്ഥ കാരണമായിരിക്കും ജയിലധികാരി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ പറയുക, ഈ വ്യക്തിയെ സെല്ലിനകത്ത് കയറി അടയ്ക്കണമല്ലോ. രാവിലെ 4 മണിക്ക് ശേഷം മാത്രമല്ലേ അവിടുത്തെ പാചക തൊഴിലാളി അതേമാതിരിയുള്ള ആളുകൾ, പാചകമൊക്കെ ചെയ്യുന്ന ആളുകളും അവിടുത്തെ മറ്റു ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകളെ മാത്രമേ നേരത്തെ ഇറക്കുള്ളൂ. ഇവരെ സംബന്ധിച്ചുള്ള ഈ 1 മണിക്കൊക്കെ എങ്ങനെ അദ്ദേഹം പുറത്തു വന്നു? അത് വലിയൊരു ചോദ്യചിഹ്നമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പുറത്തിറങ്ങാൻ അനുവദിക്കുകയും അല്ലെങ്കിൽ പുറത്തുള്ളത് അവർ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അത് സഹായിയായിട്ട് നിന്നു എന്നുള്ള സംശയം വേണ്ടല്ലോ. ഇനി വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുഖഭാവത്തിന് കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും അത് സൂക്ഷിച്ച് ഇങ്ങനെ ഒരു വ്യക്തി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആളുകൾ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പല ചാനലുകളിലും അദ്ദേഹത്തിന്റെ പിക്ചർ തന്നെ പൂർണ്ണമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും അനാസ്ഥകളുണ്ട്, വീഴ്ചകളുണ്ട്, അതീവ ഗൗരവത്താണ്, ജനങ്ങളെ സംബന്ധിച്ചുള്ള അത്യാശങ്കയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഭയചകിതരായിട്ടുണ്ടാവും. കാരണം ഇത് ഇങ്ങനെയുള്ള വ്യക്തിയെ പോലും സൂക്ഷിക്കാൻ പറ്റാത്തൊരു സംവിധാനമാണെന്ന് പറയുമ്പോൾ സംവിധാനത്തിന് അവർക്കുള്ള ഒരു അവമതിപ്പ് എല്ലാം കൂടെ ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് വളരെ ആശങ്കാജനകമായ ഭീതിജനകമായ ഒരു സാഹചര്യമാണെന്ന് ഇരിക്കാൻ വയ്യ. നമ്മളിപ്പോൾ ഈ കേസ് നോക്കുമ്പോൾ അതായത് ഈ ഗോവിന്ദസ്വാമി അതീവ സുരക്ഷാ സെല്ലിലായിരുന്നു എന്ന് പറയുന്നത് നമുക്കൊരു സങ്കല്പമുണ്ട്. അതായത് അതീവ സുരക്ഷാ സെല്ലുകളാകുമ്പോൾ അവിടെ 24 മണിക്കൂറും പോലീസിന്റെ കാവൽ കാണും മുതലായ കാര്യങ്ങളൊക്കെയാണ് പൊതുജനങ്ങൾ സംബന്ധിച്ച് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ആദ്യമേ മനസ്സിലാകുന്നത്. പിന്നെ അതേപോലെ തന്നെ CCTV ഒക്കെ നിരീക്ഷിക്കാൻ ആളുകൾ കാണും എന്നുള്ളൊരു ധാരണയാണ് പൊതുജനങ്ങൾക്കുള്ളത്. പക്ഷെ ഇവിടെ ഇതൊക്കെ തന്നെ അതും നമുക്കറിയാം, ഇയാൾക്ക് ഒരു കൈയേ ഉള്ളൂ. എങ്ങനെയാണ് ഈ വടം കെട്ടി, അതായത് തുണി ഉപയോഗിച്ച് വടം കെട്ടുന്നു, കമ്പിവേലിയിൽ ഒന്നും തന്നെ കറണ്ടില്ല എന്ന് മനസ്സിലാകുന്നു. അങ്ങനെ ഒരു നീണ്ട പ്ലാനിങ് തന്നെയാണ് ഇതിൽ നടന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ഇതിലുണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? പോലീസുള്ള ജയിലധികാരികളാണ്, പോലീസ് അവിടെ ഇല്ല. പോലീസ് ആവശ്യങ്ങളുണ്ടെങ്കിൽ എവിടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ പോലീസ് ഇല്ലുള്ളൂ. പുറമെ പോലീസിന്റെ ഗാർഡിങ് ഉണ്ടാവും. അതല്ലാണ്ട് ഇൻസൈഡിലെ എല്ലാം അതിന് ഉൾഭാഗത്തെല്ലാം ജയിലധികാരികൾ മാത്രമേ ഉള്ളൂ. പോലീസ് അതിനുള്ളിൽ പ്രവേശനമൊന്നുമില്ല. പോലീസ് എല്ലാം നോക്കുന്നത് ജയില ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ അവിടെ എന്തായാലും ശരി ഈ വ്യക്തിക്ക് സഹായം കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന്റെ ശരീര സ്വാധീനം വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറുകയും ഈ ഷീറ്റ് കെട്ടുകയും വളം കെട്ടുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാല് എങ്ങനെ സാധിക്കുമെന്നുള്ളത്
മഹാത്ഭുതം എന്നേ പറയാൻ പറ്റുള്ളൂ. സ്വന്തം ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചു. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിൽ അനായാസം ഈ കൈ കൊണ്ട് തന്നെ അദ്ദേഹം കയറുകയും ഇറങ്ങുകയും വളരെ സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുക, സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ ചാടി കയറാനൊക്കെ കഴിവുള്ള ആളാണെന്ന് നമ്മൾ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇത് സാധിച്ചേക്കാം. ഒരു കൈ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാലും കൈയും കൊണ്ട് സ്വാധീനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെ കയറാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് അത് പരിചിതമായ ഒരു ശാരീരിക അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ചെയ്തുകൂടാന്ന് പറയാം. പക്ഷെ എന്തായാലും ശരി, ഇത്രയും സമയം വലിയ സമയം എടുക്കുമല്ലോ. അത്രയും സമയം ആരും കണ്ടില്ല എന്നോ ആരും അറിഞ്ഞില്ല എന്നോ ഒക്കെ പറയുമ്പോൾ ആരെങ്കിലും കണ്ണടച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയാനും സഹായികളില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം. എന്തായാലും ഇത് അതീവ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ജനമനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സംശയം വേണ്ട. ഈ മുൻപും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉദ്യോഗസ്ഥരുടെ ഒരു കുറവുണ്ട് എന്നുള്ളൊരു കാര്യം പൊതുവെ ഉണ്ടാകുന്ന ഒരു ആരോപണമാണ്. കാരണം അവിടെയുള്ള തടവ് പുള്ളികൾക്ക് ഉള്ള അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അത്രയും ഉദ്യോഗസ്ഥരില്ല എന്നുള്ളൊരു ആരോപണം പലപ്പോഴും ഉന്നയിക്കപ്പെടുന്നതാണ്. ഇതൊക്കെ തന്നെ ഈ ഒരു പോരായ്മയല്ലേ? ഇതൊക്കെ പരിഹരിക്കേണ്ടത് തന്നെ ആയിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഇവരെയൊക്കെ പ്രത്യേക സെല്ലുകളിലാണ് ഇടേണ്ടത്. ആ സെല്ലുകൾ എങ്ങനെ തുറക്കപ്പെട്ടു? അല്ലെ സെല്ലുകളിൽ കൊണ്ട് അടക്കപ്പെട്ടില്ല എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അത് എണ്ണം കുറഞ്ഞാലും പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന മൊത്തത്തിൽ ആളുകൾ കുറവുണ്ട്, അത് സത്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഈ അവര് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട പ്രവൃത്തികളാണല്ലോ അതൊക്കെ. സെല്ലിൽ നിന്ന് ഇറക്കിയ ആളുകൾ മുഴുവൻ സെല്ലിനകത്ത് കയറി അടക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ആ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണല്ലോ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അല്ലെ എന്തുകൊണ്ട് അദ്ദേഹം 1 മണിക്കൊക്കെ ജയിലിൽ സെല്ലിന് പുറത്തു വന്നിരുന്നു എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആളില്ല എന്നുള്ളതിന് പിന്നെ അംഗങ്ങളുടെ പരിമിതികളുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അതെല്ലാ ജയിലിലും ഉണ്ട്. പോലീസും അങ്ങനെ പരാതി പറയുന്നുണ്ട്. പക്ഷെ ജയിലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അതിന് ക്ഷമ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എന്നിരുന്നാലും ഇതൊക്കെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യുന്നതിന് അധികം അംഗബലം ഒന്നും ആവശ്യമില്ലല്ലോ. ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെല്ലിലും ഒന്ന് കണക്കെടുത്താൽ മാത്രം അതെടുത്തിട്ടില്ല എന്നുള്ളതല്ലേ ഇവിടുന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വീഴ്ച തന്നെ. അതുകൊണ്ട് ആ വീഴ്ച എന്താണ് കണ്ടുപിടിക്കണം, ആരുടെ ഭാഗത്താണ് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രധാന കാര്യം. പിന്നെ ആ വ്യക്തി എങ്ങനെയായാലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രത്യാശിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.